തൃശൂർ ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപനം ആശങ്കയാകുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ രോഗബാധിതരുടെ എണ്ണം ഉയരുന്നതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കുട്ടിയാനയുൾപ്പെടെ 6ഓളം കാട്ടാനകൾ റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിൽ. ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ മൃതദേഹ സംസ്കരണ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച അജണ്ടയ്ക്കെതിരെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും എതിർപ്പ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപനം ആശങ്കയാകുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ രോഗബാധിതരുടെ എണ്ണം ഉയരുന്നതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. കൊതുക് നശീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയും വെയിലും മാറിമറിയുന്ന പ്രതികൂല കാലാവസ്ഥയ്ക്കിടെ തൃശൂർ ജില്ലയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വ്യാപകമാവുകയാണ്. കഴിഞ്ഞ 9 ദിവസത്തിനിടെ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ 243 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇതിൽ 93 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. ഇവിടെ മാത്രം 48 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതിനിടെ പനിബാധിതരുടെ എണ്ണവും കുത്തനെ ഉയർന്നു. 9 ദിവസത്തിനിടെ 7487 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 62 പേരെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. ഡെങ്കിപ്പനിക്ക് പുറമെ ഇൻഫ്ലുവൻസ, എലിപ്പനി, മലേറിയ കേസുകളും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊടകര, അവണൂർ, കൊരട്ടി, കാട്ടുകാമ്പാൽ മേഖലകളിൽ മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. വീടിനകത്തും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുതെന്നും പനിയോടൊപ്പം കടുത്ത തലവേദന, പേശിവേദന, ശരീരത്തിൽ ചുവന്ന പാടുകൾ എന്നിവ അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കുട്ടിയാനയുൾപ്പെടെ 6ഓളം കാട്ടാനകൾ റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിലാണ്. കാട്ടാന ശല്യത്തിന് അടിയന്തരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപമാണ് കുട്ടിയാനയുൾപ്പെടെ 6ഓളം കാട്ടാനകൾ റോഡ് മുറിച്ചു കടന്നത്. പുതുക്കാട് തോട്ടത്തിലേക്ക് സഞ്ചരിച്ച കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ വാഹനയാത്രികരാണ് പകർത്തിയത്. ആനകൾ കടന്നു പോകും വരെ വാഹനങ്ങൾ സുരക്ഷിത അകലം പാലിച്ചു നിർത്തിയ ശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത്. പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി പാലപ്പിള്ളിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് ആനകൾ കടക്കാതിരിക്കാൻ വനപാലകരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചും തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. കാട്ടാനകൾ തോട്ടങ്ങളിലേക്ക് നിരന്തരം എത്തുന്നത് തൊഴിലാളികളുടെ ജോലിയെയും ബാധിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളും വലിയ ഭീതിയിലാണ്. വനാതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സ്ഥിരം പട്രോളിംഗും ഏർപ്പെടുത്തുകയും ചെയ്ത് കാട്ടാന ശല്യത്തിന് അടിയന്തരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ മൃതദേഹ സംസ്കരണ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച അജണ്ടയ്ക്കെതിരെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും എതിർപ്പുയർന്നതോടെ വിഷയം മാറ്റിവെച്ചു. ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം വിവാദമായി. നഗരസഭാ പരിധിക്ക് പുറത്തുള്ളവർക്ക് നിലവിലുള്ള 3500 രൂപ ഫീസ് 5000 രൂപയാക്കി ഉയർത്തണമെന്ന നിർദ്ദേശമാണ് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഭരണപക്ഷ കൗൺസിലർ വത്സൻ ചമ്പക്കരയും ഫീസ് വർധനവിനെ എതിർത്തു. ഇതോടെ ഭരണപക്ഷത്തിലെ ചില കൗൺസിലർമാരും ചെയർപേഴ്സന്റെ നിലപാടിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. പ്രതിഷേധം ശക്തമായതോടെ ഫീസ് വർധന സംബന്ധിച്ച അജണ്ട ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം കനത്ത കാറ്റിൽ തകർന്ന ക്രിമിറ്റോറിയത്തിന്റെ മേൽക്കൂര 2 വർഷമായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്നും 3 യൂണിറ്റുകളിൽ 2 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പുകക്കുഴലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജീർണാവസ്ഥയിലാണെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിന് കാരണമായതെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. മീഡിയ ടൈം
ചാലക്കുടി. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വൻ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓട്ടുവിളക്കുകളും പൂജാപാത്രങ്ങളും ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാമഗ്രികൾ കവർന്നു. മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് വൻ മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന വലിപ്പമേറിയ ഓട്ടുവിളക്കുകൾ, നിവേദ്യപാത്രങ്ങൾ, മറ്റ് പൂജാ സാമഗ്രികൾ എന്നിവയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്താൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. നിലവിലെ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും പരിഗണിച്ചാണ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള നടപടികൾക്ക് നഗരസഭ തുടക്കമിട്ടത്. ചാലക്കുടി ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. ആദ്യഘട്ടമായി ടൗൺ പ്രദേശത്ത് റവന്യൂ വകുപ്പിന്റെ സ്ഥലം ലഭ്യമാക്കാനാകുമോ എന്ന് പരിശോധിക്കും. അത് സാധ്യമല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥലം കണ്ടെത്തി പ്രത്യേക പ്രവേശന പാതയോടെ പുതിയ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനാണ് തീരുമാനം. പോലീസ് സ്റ്റേഷൻ റോഡിലെ നിലവിലെ കെട്ടിടം ശോചനീയാവസ്ഥയിലാണ്. 40ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഇവിടെ കിടക്കാനും വിശ്രമിക്കാനും വസ്ത്രം മാറാനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ജീർണാവസ്ഥയിലായ കെട്ടിടം ചോർന്നൊലിക്കുകയാണെന്നും റോഡരികിലാണ് ഭക്ഷണം പാകം ചെയ്യേണ്ട സാഹചര്യമെന്നും പരാതിയുണ്ട്. ഫയർ എഞ്ചിനുകളും മറ്റു ഉപകരണങ്ങളും സൂക്ഷിക്കാൻ പോലും മതിയായ സ്ഥലമില്ല. ഈ സാഹചര്യത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള നടപടികൾക്ക് നഗരസഭ തുടക്കമിട്ടത്. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി ദേശീയപാതയോരം പ്രകൃതി സ്നേഹികളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. നഗരസഭാ ക്രിമിറ്റോറിയത്തിന് സമീപത്തെ പാടശേഖരത്തിൽ 100 കണക്കിന് നീലക്കോഴികൾ താവളമൊരുക്കിയതോടെയാണ് പ്രദേശം കൗതുക കാഴ്ചയായി മാറിയിരിക്കുന്നത്. ചാലക്കുടി ദേശീയപാതയിൽ നഗരസഭാ ക്രിമിറ്റോറിയത്തിന് സമീപമുള്ള സർവീസ് റോഡിനോട് ചേർന്ന പാടശേഖരമാണ് 100 കണക്കിന് നീലക്കോഴികളുടെ താവളമായിരിക്കുന്നത്. കൈതച്ചെടികളിൽ കൂടുകൂട്ടിയാണ് പക്ഷികൾ ഇവിടെ കഴിയുന്നത്. സമീപത്തെ തോടുകളിൽ നിന്ന് വെള്ളവും മത്സ്യങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ഷണം സുലഭമായി ലഭിക്കുന്നതും ഈ പ്രദേശം ഇവയുടെ ആവാസ കേന്ദ്രമാകാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. പകൽ സമയങ്ങളിൽ പോലും കൂട്ടത്തോടെ നിൽക്കുന്ന നീലക്കോഴികളുടെ കാഴ്ച വഴിയാത്രക്കാരുടെയും പ്രകൃതി സ്നേഹികളുടെയും ശ്രദ്ധയാകർഷിക്കുകയാണ്. ദേശീയപാതയോരത്തെ ഈ അപൂർവ കാഴ്ച കാണാൻ ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം അന്നമനട മേലടൂരിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. യുവജനക്ഷേമ ബോർഡ് മുൻ വൈസ് ചെയർമാൻ T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു വേദിയിലൂടെ ഉണ്ടാക്കിയത് ഞാൻ അവരെല്ലാം അഭിവാദിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. കാരണം ഇത് എല്ലാവരും കൂടി ചേർന്നാണ് നിർമ്മിച്ചതെങ്കിലും അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് സഖാവ് VS ആണ്. VS മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞിരിക്കും. 100 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് VS നമ്മളെ വിട്ടുപോകുന്നത്. 100 വയസ്സിൽ ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് യാദർച്ഛികമോ അതേമാതിരി തന്നെ ആശ്ചര്യജനകമോ അല്ലെങ്കിൽ അതാത് ദുഃഖത്തിന് ഇട നൽകുന്നതുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് കേരളവും ഇന്ത്യയും ഈ മനുഷ്യനെ ഇങ്ങനെ ഓർക്കുന്നത്, അയ്യോ സങ്കടമാക്കരുന്നത്, കഷ്ടമായി പോയി എന്ന് പറയുന്നത്, വലുതാകുന്നത്, വലുതായി 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 അദ്ദേഹം എങ്ങനെയാണ് ഒരു അവധൂതനാകുന്നത്? PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ജീന ബേബി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേലടൂർ യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി ചക്കാലക്കൽ, EF ബെന്നി, സിസ്റ്റർ ഫ്ലോറൻസ്, TK സതീശൻ, PV വിനോദ്, TN ഉണ്ണികൃഷ്ണൻ, MC പോൾ എന്നിവർ സംസാരിച്ചു. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ നാഷണൽ സർവീസ് സ്കീം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി സംരക്ഷണ സേന റീജിയണൽ മീറ്റ് ഭൂമിക 2026 മാള മെഡ്സ് കോളേജിൽ സംഘടിപ്പിച്ചു. തൃശൂർ, പാലക്കാട്, എറണാകുളം മേഖലകളിലെ 100ഓളം NSS വളണ്ടിയർമാർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ NSS റീജിയണൽ കോർഡിനേറ്റർ പ്രൊഫസർ വിപിൻ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. മെഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റനോജ് എ ഖാദർ, എറണാകുളം ജില്ലാ NSS കോർഡിനേറ്റർ പ്രൊഫസർ സുജയ് K, സ്റ്റുഡന്റ് റീജിയണൽ കോർഡിനേറ്റർ ഫാത്തിമത്ത് മെഹ, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ KN രമേശ് എന്നിവർ സംസാരിച്ചു.
മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 15 വരെ നീണ്ടു നിൽക്കുന്ന സംഘടനാ ക്യാമ്പയിന് തുടക്കമായി. കയ്പമംഗലം 7-ാം വാർഡ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ, പഞ്ചായത്ത് പ്രസിഡന്റ് TK സെയ്ദ് മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് KK സക്കറിയ, MA സക്കീർ, മുജീബ് കാളമുറി, സിദ്ദിഖ് പള്ളിത്താനം, PM നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലക്കുടി നിയോജക മണ്ഡലം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ ഫ്രാൻസിസ് അധ്യക്ഷനായി. ജോയ് മൂത്തേടൻ, PP ശശിധരൻ, C വിനോദ്, റേസൺ ആലുക്ക, ഷാജി കാളിയങ്കര, സിന്ധു ബാബു, ഷിബു കല്ലേലി, ബിനോയ് പാലാട്ടി, കിരൺ ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. CPM കൂളിമുട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. EK ബിജു അധ്യക്ഷനായി. VS രവീന്ദ്രൻ, PM ആൽഫ, MA ബിനേഷ്, ഭഗത് സിംഗ്, RM ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപനം ആശങ്കയാകുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ രോഗബാധിതരുടെ എണ്ണം ഉയരുന്നതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. പാലപ്പള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കുട്ടിയാനയുൾപ്പെടെ 6ഓളം കാട്ടാനകൾ റോഡ് മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിൽ. ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തിൽ മൃതദേഹ സംസ്കരണ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച അജണ്ടയ്ക്കെതിരെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും എതിർപ്പ്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.